ഹലോ, വെൽക്കം ബാക്ക്. അനുസിമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴം കൊണ്ട് ഈസി ആയിട്ട് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ ആണ്. സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ സ്നാക്ക് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മധുരമുള്ള ഒരു സ്നാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യം തന്നെ ഒരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ പഴം എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരത്തിന്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇതൊരു മീഡിയം മധുരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരയ്ക്കണതായതുകൊണ്ട് അങ്ങനെ അരഞ്ഞു പോയിക്കോളും. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇത് നല്ലോണം അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അധികം കൂടി പോവരുത്. ഈ ഒരു ടൈറ്റിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്, അധികം ലൂസായിട്ട് പോവരുത്. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഏലക്കായ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏലക്കായ ചേർത്തില്ലെങ്കിൽ അത് നല്ല ടേസ്റ്റും ഫ്ലേവറും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏലക്കായ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മാവാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഏതായാലും കുഴപ്പമില്ല, പച്ചരിപ്പൊടി എടുക്കരുത്. അത് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് വേവിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റുന്ന ഏത് അരിപ്പൊടി വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുഴച്ച് വരുന്ന സമയത്ത് എന്തായാലും ടൈറ്റായി പോവും. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മാവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സാധാരണ ഉണ്ടാക്കുന്ന നാളികേരത്തിന്റെ ഫില്ലിംഗ് പോലെ തന്നെ ഒന്നാക്കിയെടുക്കണം. ഈ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം എന്തുണ്ടാക്കുമ്പോഴായാലും ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാണ്ടായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കരയിൽ എടുക്കാവുന്നതാണ്. ശർക്കര എടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അത് ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ചൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കണം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചീശം എടുത്തിട്ട് ഒരു ബോൾസ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അതിനെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് 1-2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ക്ലോസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിപ്പോൾ സിമ്പിളായിട്ട് റൗണ്ടിൽ കറക്റ്റ് ബോളായിട്ടല്ലെങ്കിലും ഏകദേശം ഒരു റൗണ്ടിൽ ബോൾസ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് റോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ട് മുന്തിരി ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ സെയിം ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് ഈ മാവ് അധികം കട്ടി ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാവ് നല്ല നൈസാക്കി എടുത്തിട്ട് വേണം ബോൾസ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് എണ്ണയിലിട്ട് പൊരിക്കണമെന്നില്ല, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലായിരുന്നു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സാധാ ആവിപാത്രത്തിന്റെ ട്രേ ഉണ്ടെങ്കിൽ അതിലായാലും വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ 2 ട്രൈയും ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടി വേണമെങ്കിൽ ഒറ്റ ട്രിപ്പിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ ഒരു 15 മിനിറ്റോളം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓയിലൊന്നും അങ്ങനെ അധികം യൂസ് ആക്കിയിട്ടൊന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.